കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഭൂരിഭാഗം രോഗങ്ങളും നമുക്ക് വരാതെ നോക്കാൻ പറ്റും. അതിനകത്ത് ഒന്ന് മെയിനായിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നോൺ സ്റ്റിക്ക് പാത്രമുണ്ട്. നോൺ സ്റ്റിക്ക് പാത്രം ശരിക്കും നല്ല ഒരെണ്ണമാണ്, യാതൊരു കുഴപ്പമില്ല, അധികം എണ്ണ വേണ്ട, പെട്ടെന്ന് പെട്ടെന്ന് കാര്യം നടക്കും. പക്ഷേ അത് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിലാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇട്ടുകൊണ്ട് അതിനെ ഉരച്ചുകൊണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റീലിൻ്റെ തവിയും കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അവിടെ ഈ നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്ത് മുകളിൽ കുറച്ച് വരകൾ വീടുക, പൊളിഞ്ഞു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡേഞ്ചറസ് ആണ്. കാരണം അതിനകത്ത് ആ ടെഫ്ലോൺ കോട്ടിങ് ഏറ്റവും കൂടുതൽ ശരീരത്തിന് ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഇന്നാണല്ലോ ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും ജസ്റ്റ് വീട്ടിലെ ഉണ്ടാക്കുന്ന പാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, നോൺ സ്റ്റിക്കിൽ വരകൾ വീഴുന്നുണ്ടോ, പൊളിഞ്ഞു പോകുന്നുണ്ടോ, എടുത്ത് അന്നേരെ കളയുക. കാരണം ചിലപ്പം ഇനി പാത്രങ്ങൾ എന്തായാലും കുറച്ച് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്, ഈ ലോ ക്വാളിറ്റി അലുമിനിയം വാങ്ങിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ അലുമിനിയം പാത്രങ്ങളിലും ഇതിലൊക്കെ ആയിട്ട് മീൻകറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ മീൻകറി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, അത് അവിടെ വെച്ചിട്ട് അതിനകത്ത് പുളിയും കാര്യങ്ങളും എല്ലാം ഈ അലുമിനിയമായിട്ട് റിയാക്ഷനായിട്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് കെമിക്കൽ ഫുഡിലേക്ക് ഇതാകുകയും അത് നമ്മുടെ ബോഡിയിലേക്ക് കയറി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ഉപ്പായിക്കോട്ടെ, അച്ചാറായിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് പാത്രത്തിലൊന്നും വെക്കരുത്. ഒന്ന് കുപ്പിപ്പാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങളിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൺപാത്രങ്ങളിൽ, കാറിലൊക്കെ വെച്ചേക്കുന്ന ഈ പറയുന്ന വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ട്, അത് ഒന്ന് ഹീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിലിൽ ആ വെള്ളം എന്ന് പറയുന്നത് ഹൈലി ഡേഞ്ചറസ് ആണ്. നമ്മൾ ഈ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോയിട്ടൊരു വാട്ടർ ബോട്ടിൽ ചോദിക്കുമ്പോൾ അവർ എടുത്തുകൊണ്ട് തരുന്നത് ഫ്രിഡ്ജിൽ നിന്നായിരിക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് അവിടെ വന്നത്, നല്ല ചൂടത്തായിരിക്കും അത് ട്രാവൽ ചെയ്താണെങ്കിൽ ആ ഫ്രിഡ്ജിലേക്ക് വന്ന് കയറുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്രശ്നമാണ്. നമ്മളിപ്പോൾ നല്ല ഒരു എന്താ പറയുക, സ്റ്റീലിൻ്റെയോ ഇതായിട്ട് നല്ല കോപ്പറിൻ്റെ ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള വാട്ടർ ബോട്ടിൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒത്തിരി ഹെവി മെറ്റൽസ്, വിഷാംശങ്ങൾ വന്ന് കയറും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോർമലായിട്ട് കഴിക്കുന്ന ഉപ്പിനകത്ത് തന്നെ ഒത്തിരി ഹെവി മെറ്റൽസ് ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ പറയുന്ന പ്ലാസ്റ്റിക് കണ്ടന്റ് തന്നെ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മളത് വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ ദിവസത്തെ ഇത് നോക്കുവാണെങ്കിൽ ബോഡിക്ക് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് പാത്രങ്ങൾ, സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാത്രങ്ങൾ, വിളമ്പുന്ന പാത്രങ്ങൾ, തവിയുടെ കാര്യങ്ങൾ, കത്തി ഉപയോഗിക്കുന്ന കത്തി വരെ ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങളായിരിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും.